സുബഹി കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, തീർച്ചയായും പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹി കഴിഞ്ഞ ഉദയം വരെ ഉറക്കമൊഴിച്ചുകൊണ്ട് അല്ലാഹുവിന് ദിക്റിലായി കഴിഞ്ഞുകൂടിയാൽ അതിലെന്തെല്ലാം ഉൾപ്പെട്ടു? ഖുർആനോത്ത് വന്നു, സ്വലാത്ത് വന്നു, വിറുദുൽ ലത്തീഫ് വന്നു, ലാ ഹൗല ചൊല്ലല് വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നു, അസ്മാഉൽ ഹുസ്ന ഓതല് വന്നു. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സുബഹി കഴിഞ്ഞ് ഉദയം വരെ നിലകൊണ്ടാൽ തഅദിലു ഉംറത്തൻ താമ്മ, പൂർണ്ണമായ ഉംറ നിർവഹിച്ച പ്രതിഫലമുണ്ട് അവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ജീവിതത്തിൽ ഉയർച്ച വരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. ഒന്ന്, ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല. സുബഹിക്ക് എഴുന്നേറ്റാൽ പിന്നെ ഉറക്കം മാറ്റി വെക്കണം. എത്ര ക്ഷീണാണെങ്കിലും തൽക്കാലം ആ ഉദയം വരെ ഉറങ്ങരുത്. സുബഹി കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കം അത് ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടും. മക്കളൊക്കെ പഠിക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തണം. കിബിലക്ക് അഭിമുഖമായിട്ടിരിക്കും. ഇപ്പൊ പരീക്ഷ എടുത്തു വരികയാണ്. SSLC പ്ലസ് 2 ഒക്കെ പരീക്ഷ എടുത്തു വരികയാണ്. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് അലം നശ്റഹ് സൂറത്ത് ഒരു 11 പ്രാവശ്യം ഓതി കിബിലക്ക് അഭിമുഖമായിരുന്നിട്ട് ബിസ്മി ചൊല്ലി റാഹത്തായിരുന്നിട്ട് പഠിക്കാൻ. ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ എല്ലാ മേഖലയിലും ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉന്നതമായ വിജയം നൽകും. മദ്രസയിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. അള്ളാഹു പരിപൂർണമായ വിജയം നസീബാക്കുമാറാവട്ടെ. അലം നശ്റഹ് സൂറത്ത് അറിയില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. 11 പ്രാവശ്യം ഓതണം. മറ്റൗറാദുകളൊക്കെ കഴിഞ്ഞ് സുബഹി കഴിഞ്ഞതിന് ശേഷം 11 വട്ടം ഓതിയിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്ന് നോക്കിയേ. നല്ല ഓർമ്മശക്തി ഉണ്ടാവും. രാവിലെ നല്ല ശാന്തമാണ്, തെളിഞ്ഞ അന്തരീക്ഷമാണ്, മറ്റൊരു ചിന്തയും മനസ്സിലേക്ക് വരാത്ത സമയമാണ്. ഉറങ്ങി എഴുന്നേറ്റ ഒരു സമയം കൂടിയാണ്. സുബഹി നിസ്കരിച്ച് നിസ്കാരത്തിന് ശേഷം ഔറാദുകളും ഈ സൂറത്തും ഓതിയതിന് ശേഷം ഒന്നിരിക്കൽ കിബിലക്ക് അഭിമുഖമായിട്ട് ഉറപ്പായിട്ടും ഒക്കെ പഠിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബഹി കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. രണ്ടാമത്തത്, ഭക്ഷണം വിളമ്പുമ്പോൾ ശ്രദ്ധിക്കുക. സഹോദരിമാര് ശ്രദ്ധിക്കുക, ഉമ്മമാര് ശ്രദ്ധിക്കുക. വെറുതെ ഒരു വറ്റുപോലും കളയാൻ പാടില്ല. വലിയതാണ്. കുട്ടികൾ അങ്ങനെ കളയുമ്പോൾ അവരോട് പറയണം. മിക്കപ്പോഴും നമ്മൾ ഭക്ഷണം ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് വാരി വലിച്ചു കൊടുക്കും. കുട്ടി 2 പിടിയായിരിക്കും കഴിക്കുക. ഒരു 10 തവി എടുത്തിട്ട് വാരി വിളമ്പും. കാരണം ഉമ്മ കഴിക്കുന്നതിനെ കണക്കാണ്. അത് വെച്ചിട്ട് മക്കളുടെ കണക്ക് ഉൾപ്പെടുത്തുക. അങ്ങനെ ഒരു 10 തവി വിളമ്പിയിട്ട്, ഉദാഹരണം പറയാൻ, നിങ്ങളങ്ങനെ കഴിക്കുന്നതുകൊണ്ടല്ല, അങ്ങനെ ഒരു 10 തവി എടുത്തിട്ട് എന്ത് ചെയ്യാൻ, കുട്ടിക്ക് ഇങ്ങനെ വാരി കൊടുക്കുക. 2 തവി കഴിച്ചു കഴിയുമ്പോൾ കുട്ടി വയറ് നിറഞ്ഞ്. അപ്പൊ ഈ വാക്ക് ചോറ് കൊണ്ടുവന്നിട്ട് വെറുതെ വേസ്റ്റ് ആക്കാണ്. ഇതിപ്പോ ഇന്ന് കൂടി വരികയാണ്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മുമ്പ് ആ അളവ് കറക്റ്റ് എടുക്കും, കുട്ടിക്ക് കൊടുക്കും. കുട്ടി ഫുള്ളായി കഴിച്ചു കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു അല്പം കൂടി എടുക്കും. ഇപ്പം അങ്ങനെയല്ല, കൊട്ടപ്പടി വാരി ഇങ്ങോട്ട് ഇടും, എന്നിട്ട് കൊണ്ടുപോയി വേസ്റ്റ് ആക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയില്ല. ആവശ്യമുള്ളത് ഇട്ട് കഴിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ അയൽവാസികൾ കൊടുക്കുക, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക. 2 പേർക്ക് കഴിക്കുന്നത് 3 പേർക്ക് കഴിക്കാനുള്ളതുണ്ടല്ലോ. അങ്ങനെ മറ്റുള്ളവരെ കൂടി അതിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായിരുന്നാലും ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയമാണ്. ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന മാസമാണ് ശഅബാൻ. ആ മാസത്തെ ഞാൻ കൂടുതലായി ശ്രദ്ധിച്ചതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഞാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ മാസത്തിൽ നോമ്പ് നോറ്റുകൂടുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾ രാത്രിയിൽ തഹജ്ജുദ് നമസ്കാരം നിർബന്ധമാക്കണേ. നിങ്ങൾ തഹജ്ജുദ് നമസ്കാരം ശ്രദ്ധിക്കണേ. ജനങ്ങൾ മുഴുവനും ഉറക്കിലുള്ളതാകുന്ന സമയത്ത് നിങ്ങൾ നമസ്കാരം നിർവഹിച്ചാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ കടക്കാൻ അത് ഹേതുവാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എല്ലാ ദിവസവും 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ഒരുപാടൊന്നും വേണ്ട, 2 റക്അത്ത്. 5 മണിക്ക് എഴുന്നേറ്റാൽ തന്നെ സുഖമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. സുഖമായിട്ട് പറ്റും. ബ്രഷ് ചെയ്യണം, അത് മറന്നു പോകരുത്. ബ്രഷ് ചെയ്യാതെ അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കരുത്, മലക്കുകൾ ഇറങ്ങി ഓടും. നല്ലതുപോലെ നല്ല റാഹത്തായിട്ട് മിസ്വാക്ക് ചെയ്തതിന് ശേഷം ആദ്യം എഴുന്നേറ്റാൽ 2 കൈയും കഴുകാണ് വേണ്ടത്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി കൈ 2 നല്ലതുപോലെ സോപ്പിട്ട് വൃത്തിയായി കൈ കഴുകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന പണി അതാണ്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഇരിക്കുന്നു, അല്പസമയം ഇവിടെ ഇരിക്കുന്നു, ദിക്ർ ചൊല്ലും, അതൊക്കെ ഉണ്ട്. അതല്ല, അല്ലാതെ ചെയ്യേണ്ട പ്രവർത്തനമാണ് ഈ പറഞ്ഞത്. 2 കൈയും കഴുകുക മിസ്വാക്കിന് മുമ്പ്. എന്നിട്ട് വേണം മിസ്വാക്ക് എടുത്തിട്ട് നല്ല റാഹത്തായിട്ട് പല്ല് തേക്കുക. പല്ല് തേച്ചതിന് ശേഷം ഒളു എടുക്കുക. ഇതെല്ലാം കൂടി ചെയ്യാൻ മാക്സിമം ഒരു 10 മിനിറ്റ് വേണ്ട. അത്രയും എല്ലാ കാര്യങ്ങളും മൂത്രമൊഴിക്കലും മറ്റുമൊക്കെ എടുത്താലാണ് ഈ പറയുന്നത്. എന്നിട്ട് വന്ന് 10 മിനിറ്റ് റാഹത്തായിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ഇറക്കാൻ പറ്റൂലേ? 5:30 ആകുമ്പോൾ ബാങ്ക് വിളിക്കും. 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഫർള് നിസ്കരിക്കുക. ദിക്റും ഔറാദുമായി ഉദയം വരെ കഴിഞ്ഞുകൂടുക. ഒരു ദിവസം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ, ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ദിവസം കിട്ടും. ഭയങ്കര ഹൈറാണ്. വേറെ ഒന്നും വേണ്ട. ബാക്കിയുള്ള സമയത്തൊക്കെ നീ അടുക്കളയിൽ ജോലി ചെയ്തോ, ഈ ഒരു സമയം മാത്രം സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കും. ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾ മറ്റുള്ളതാകുന്ന കടയും തിരക്കുമൊക്കെ ആയിപ്പോയിക്കോ. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 6:30 മണി വരെ മുടങ്ങരുത്. എല്ലാ ദിവസവും 6:30-7 മണി വരെ എന്തെങ്കിലും ദിക്ർ ഔറാദും ഖുർആനോത്ത്, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു സമയം ഡെയിലി നമുക്കുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഡെയിലി ഉണ്ടാവണം. ഒന്നില്ലെങ്കിൽ അത് മഗ്രിബ് ഇശായിനിടയിൽ ഒരാളുമായി സംസാരിക്കാൻ പാടില്ല. അങ്ങനത്തെ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഒരുപാട് ആലിമീങ്ങളുണ്ട്. 40-45 വർഷങ്ങളായിട്ട് മഗ്രിബിന്റെ ഇടയിൽ സംസാരിക്കാത്തതാകുന്ന ആളുകൾ നമ്മുടെ ഈ കേരളത്തിൽ ഇന്നും വലിയ വലിയ ആലിമീങ്ങളുണ്ട്, വലിയ വലിയ സൂഫിയാക്കളുണ്ട്, സാദാത്യങ്ങളുണ്ട്. 10-40 കൊല്ലായി. ഇതിനിടയിൽ മക്കളുടെ കല്യാണം, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, മരിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു സംസാരവും ഇല്ല. നിസ്കരിക്കാൻ കഴിഞ്ഞു, മുസല്ല വിരിച്ച് അവിടെ ഇരുന്നാൽ ഇശാ ബാങ്ക് വിളിക്കുന്നവരെ ദിക്ർ, ഖുർആനോത്ത്, നിസ്കാരം, അവ്വാബീൻ നിസ്കാരം, വേറൊരു പണിയില്ല. 1 മണിക്കൂറേ ഉള്ളൂ അതിനിടയിൽ. പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്പം ശ്രമകരമാണ്, അല്പം പണിയാണ്. ഇശാ മഗ്രിബിനിടയിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചോണമെന്നില്ല. കാരണം പല തിരക്കും വരും. ചില യാത്രകൾ ചിലപ്പോൾ ആ സമയത്തായിരിക്കും. എന്നാൽ എല്ലാ ദിവസവും സുബൈക്ക് നമുക്ക് സാധിക്കും. സുബൈക്ക് 2 മണിക്കൂർ നമുക്ക് കിട്ടും, ഉറപ്പാണ്. ഖുർആൻ ഓതാൻ ഒരു 1/2 മണിക്കൂർ കിട്ടിയാൽ ഒരു ജുസ് ഓതാൻ പറ്റും, ശ്രദ്ധിച്ചാൽ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം സുബഹിയുടെ ഈ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കിട്ടി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരു 100 വട്ടം ചൊല്ലിയാൽ ഭയങ്കര എഫക്റ്റാണ്. അത് യാ അയ്യുഹൽ മുസമ്മിൽ എന്നുള്ള സൂറത്ത് ഓതിയിട്ടാണ് അത് ചെല്ലുന്നത് എങ്കിൽ ഒന്നുകൂടി എഫക്റ്റാണ്. എന്താണ് പറഞ്ഞത്? രാവിലെ എഴുന്നേറ്റു, കൈ കഴുകി, നല്ലതുപോലെ മിസ്വാക്ക് ചെയ്തു, ഒളു എടുത്തു, 2 റക്അത്ത് ഖിബിലക്ക് അഭിമുഖമായി വീട്ടിൽ തന്നെ തഹജ്ജുദ് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് നല്ലതുപോലെ കരഞ്ഞു ദുആ ചെയ്തു. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന സൂറത്ത് ഖുർആൻ എടുത്തു വെച്ചിട്ടൊന്ന് ഓതുക. ആകെ 1 പേജേ ഉള്ളൂ. ഓതിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം എന്താ വരുന്നത്? ഫസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഹുവ ഖൈറൻ വഅഅളമ അജ്റാ വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അങ്ങനെയാണ് ആയത്തിന്റെ പൂർത്തീകരണം. എന്നിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരു 100 വട്ടം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന അത് ചൊല്ലിക്കഴിയുമ്പോൾ ബാങ്ക് വിളിച്ചു. ഇനി അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കിട്ടി അങ്ങനെ ദുആ ഇരുന്നാലും ഒന്നുകൂടി എഫക്റ്റാണ്. ദുആ ശേഷം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഈ സൂറത്ത് ഓതുക. വേഗം തന്നെ 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ദുആ ആക്കുക. ദുആ ചെയ്ത് പിരിയുമ്പോഴേക്കും ബാങ്ക് കൊടുത്തു. 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചു, സുബഹിയുടെ ഫർള് നിസ്കരിച്ചു. അങ്ങനെ തന്നെ ഇരുന്ന് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടി. ഡെയിലി ഒന്ന് ചെയ്തു നോക്കിയേ, ഭയങ്കര മാറ്റം ഉണ്ടാവും. എല്ലാ ദിവസവും ചെയ്യണം, മുടങ്ങരുത്. അത് എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു സമയം സുബഹിക്ക് ശേഷമാണ്. കാരണം തിരക്കൊന്നും ഉണ്ടാവൂല, ആരും നമ്മളെ ശല്യം ചെയ്യാൻ വരൂല. ഭർത്താവിന് വേണമെങ്കിൽ ഒരു 3 ഫ്ലാസ്ക് നിറച്ച് ചായ റെഡിയാക്കി വെച്ചു കൊടുത്തേക്കണം. കാരണം ഇല്ലെങ്കിൽ മൂപ്പര് ചായക്ക് ഇങ്ങനെ വന്ന് ശല്യം ചെയ്യും. മിക്കപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്ന അതാണ്. ഇപ്പോൾ എല്ലാവരും ചായ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ്. 2 ഫ്ലാസ്ക് ചായ നേരത്തെ റാഹത്ത്. അപ്പോൾ 7 മണി വരെ ഇരുന്ന് ദിക്റിലായിട്ടിരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം നിങ്ങളുടെ ഭാര്യ ഈ ദിക്ർ ചെല്ലുന്നത്, നിങ്ങളും ഈ ദിക്റിലായി കഴിഞ്ഞുകൂടുന്നത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ വീട്ടിൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുടുംബം ഹൈറാകാൻ വേണ്ടിയിട്ടാണ്.
നമ്മുടെ സമൂഹം നന്നാകാൻ വേണ്ടിയിട്ടാണ്, മക്കള് സാലിഹ്യങ്ങളാകാനാണ്, ഭർത്താവിൻ്റെ പ്രവാസ രോഗം ഹൈറിലാകാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു ചിന്തയില്ല. അതുകൊണ്ട് നല്ല റാഹത്തായി ദിക്റിലായിരിക്കും ഉദയം വരെ. വലിയ ഹൈറാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരു ഭാഗം ഇപ്പൊ പറഞ്ഞു, രണ്ടാമത്തെ പാർട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നത് ശഅബാൻ മാസത്തിൽ കാണുന്നല്ലോ, എന്താണ് കാരണം? നബി തങ്ങൾ കൊടുത്ത മറുപടി, റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള ഈ മാസത്തെ പലരും ശ്രദ്ധിക്കാറില്ല, അശ്രദ്ധരാകുന്നുണ്ട്. ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പ് നോൽക്കുന്നത്. ഒരു മറുപടി. അതിൽ നിന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് മുഴുവനും. ശ്രദ്ധ വെക്കേണ്ടതാകുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ജനങ്ങൾ അശ്രദ്ധ വെച്ച് പോകുന്നതാകുന്ന ആ സമയങ്ങളെയൊക്കെ നമ്മൾ ഗൗനിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഉദാഹരണം, തഹജ്ജുദ് നിസ്കാരം, അതാണിപ്പോൾ പറഞ്ഞത്. അതുപോലെ സുബൈ കഴിഞ്ഞുള്ള സമയം എല്ലാവരും ഉറക്കിലും ശ്രദ്ധയില്ലായ്മയിലും പോവാൻ. ഇശാ മഗ്‌രിബിനിടയിൽ മിക്ക ആളുകളും ഓതുന്നുണ്ട്, എന്നാൽ സുബൈ കഴിഞ്ഞിട്ട് മിക്ക ആളുകളും ഓതലില്ല. ഇന്നത്തെ തലമുറയിൽ മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബൈ കഴിഞ്ഞ് ഉദയം വരെ ദിക്ർ ചൊല്ലിയാൽ ഉംറ നിർവഹിച്ച പ്രതിഫലമുണ്ട്. ഒക്കെ ഹദീസ് കൊണ്ട് പറഞ്ഞതാണ്. ഇനി രണ്ടാമതൊരു വാക്കുകൂടി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി പറഞ്ഞാൽ നമ്മുടെ വിഷയം കഴിഞ്ഞു. ശരിക്കും ശ്രദ്ധിക്കണേ. എന്താ നബി തങ്ങൾ പറഞ്ഞത്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദാലിക ശഹറുൻ തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഇതൊരു മാസമാണ്, ഈ ശഅബാന്റെ മാസം. ഈ മാസത്തിലാണ് അല്ലാഹുവിങ്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ذلك شهر ترفع الأعمال إلى رب العالمين فأحب أن نرفع عملي وأنا صائم. ഈ മാസത്തിലാണ് മനുഷ്യന്റെ അമലുകളെ വർഷത്തിൽ അല്ലാഹു ഉയർത്തുന്നത്. അങ്ങനെ ഉയർത്തുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കൽ എനിക്ക് വലിയ താല്പര്യമുണ്ട്. ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളവയാണ് അല്ലാഹുവിങ്കലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്നത് എങ്കിൽ എനിക്കത് ഖൈറാണ്, ഖൈറാൻ. അതുകൊണ്ടാണ് ഈ മാസത്തിൽ ഞാൻ നോമ്പ് നോൽക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിക്കും ശ്രദ്ധിക്കണേ. രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് എന്നുള്ളതിന് പറഞ്ഞത്. ഒന്ന്, ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന മാസമാണ്. ഈ മാസം ശ്രദ്ധ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പ് നോൽക്കുന്നത്. ഒന്ന്, അതിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. തഹജ്ജുദ് നിസ്കരിക്കണമെന്നും സുബൈ കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെ പറയാൻ കാരണം ആ ഒറ്റ വാക്കിൽ നിന്നാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക ശഹുറുൻ തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. ശരിക്കും ശ്രദ്ധിക്കണേ. ഞാൻ വലിയൊരു വാതിലേക്ക് പോകല്ല, എന്നാൽ പറയുന്ന വിഷയങ്ങൾ കാതലുള്ള വിഷയമാണ്. നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ അമലിനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണല്ലോ ഏറ്റവും നമുക്ക് വേണ്ടതും. നമ്മളൊരു ഇൽമിന്റെ മജ്‌ലിസിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അറിവുണ്ടാവണം. അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഉപകാരമുണ്ടാവണം. വെറുതെ ഒച്ചപ്പാടിലല്ല കാര്യം. അതുകൊണ്ടാണ് ഞാനിത് നിർത്തി പറഞ്ഞു പോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ കുട്ടിക്ക് വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ذلك شهر ترفع الأعمال إلى رب العالمين. അല്ലാഹുവിലേക്ക് അമലിനെ ഉയർത്തപ്പെടുന്നതായ ഒരു മാസമാണ് ശഅബാൻ മാസം. 3 രീതിയിലാണ് മനുഷ്യന്റെ അമലിനെ ഉയർത്തുക. ശരിക്കും മനസ്സിലാക്കണേ. ഇവിടെ ഒന്ന് വിശദീകരിക്കാൻ. 3 രീതിയിൽ അമലിനെ ഉയർത്തും. ഒന്ന്, എല്ലാ ദിവസവും അല്ലാഹുവിലേക്ക് അമലിനെ ഉയർത്തും. രണ്ടാമത്തത്, എല്ലാ തിങ്കളും വ്യാഴവും അമലിനെ ഉയർത്തും. മൂന്നാമത്തത്, പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ അമലിനെ ഉയർത്തും. എല്ലാ ദിവസവും ഉയർത്തും, എല്ലാ ആഴ്ചകളിലും ഉയർത്തും, എല്ലാ വർഷത്തിലും ഉയർത്തും. മനസ്സിലായോ? എല്ലാ ദിവസവും എപ്പോഴാണ്? സുബഹി കഴിഞ്ഞാൽ ഉടനെയും, രണ്ടാമത് അസർ കഴിഞ്ഞാൽ ഉടനെയും. 2 സമയത്താണ് നമ്മുടെ അമലിനെ എല്ലാ ദിവസവും അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. നമ്മൾ ചെയ്ത അമല്
എത്ര വരെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ റെക്കോർഡ് കൊണ്ടുപോകുന്നത് ഏതൊക്കെ സമയത്താണ്? ഒന്ന് സുബഹി കഴിഞ്ഞ്, മറ്റൊന്ന് അസർ കഴിഞ്ഞ്. അതാണ് ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്ർ വഫീ സ്വലാത്തി സുബ്ഹ്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, തീർച്ചയായും എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും ഒരു വിഭാഗം മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബഹിക്ക് ഒരു വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ടവർ സുബഹി ജമാഅത്തായി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അമലുകളെ രേഖപ്പെടുത്താൻ തുടങ്ങുകയാണ്. എല്ലാ ദിവസവും വരും ഭൂമിയിലേക്ക് വന്നിട്ട് സുബഹി കഴിഞ്ഞത് മുതൽക്ക് അസർ വരെ ആ മലക്കുകൾ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നത് റഖീബും അതീദും അല്ലേ? പിന്നെ ഇപ്പം ഇതാരാ? അവര് മാത്രമല്ല, അത് നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്, പുതിയ പഠിത്താണ് ഇപ്പൊ ഈ പറഞ്ഞത്. റഖീബ് അതീദ് അലൈഹിസ്സലാം മാത്രമല്ല, എല്ലാ ദിവസവും നിന്റെ റെക്കോർഡ് കൊണ്ടുപോകാൻ പ്രത്യേകം മലക്കുകൾ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കും. സുബഹി കഴിഞ്ഞ് ഒരു വിഭാഗം വരും. അവർ സുബഹിക്ക് ശേഷം സുബഹി നിസ്കരിച്ചിട്ട് സുബഹി മുതൽ അസർ വരെ നിന്റെ എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തും. എന്നിട്ട് അസർ ആകുമ്പോ ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഭൂമിയിലേക്ക് മലക്കുകൾ വരികയാണ്. സുബഹിക്ക് വന്ന മലക്കുകളും അസറിന് വന്ന മലക്കുകളും ഒരുമിച്ച് ജമാഅത്തായി അസർ നിസ്കരിക്കും. ഹദീസാണിത്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുബഹിക്ക് വന്ന മലക്കുകൾ റെക്കോർഡ് കൈമാറും. പുതിയ പേജ് എടുത്തു കൊടുക്കും. ആരുടെ കയ്യിലേക്ക്? അസറിന് വന്ന മലക്കുകളുടെ കയ്യിൽ. അസറിന് ശേഷം സുബഹിക്ക് വന്ന മലക്കുകൾ നേരെ അള്ളാഹുവിലേക്ക് കയറും. അതുവരെ ചെയ്ത എല്ലാ നന്മ തിന്മകളും എഴുതിക്കൊണ്ട് റബ്ബിലേക്ക് സമർപ്പിക്കും. അവൻ ചെയ്തിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം കൊണ്ടുപോവാൻ. അസറിന് വന്ന മലക്കുകളോ അസർ കഴിഞ്ഞിട്ട് എഴുതാൻ തുടങ്ങും. ഏതുവരെ എഴുതും? സുബഹി വരെ എഴുതും. സുബഹി ആകുമ്പോൾ അടുത്ത ഒരു വിഭാഗം മലക്ക് വീണ്ടും വരും. എന്നിട്ട് അസറിന് വന്ന മലക്കും സുബഹിക്ക് വന്ന മലക്കും ഒരുമിച്ച് ചേർന്ന് സുബഹി നിസ്കരിക്കും. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ തലേന്ന് അസറിന് വന്ന മലക്കുകൾ റെക്കോർഡ് കൈമാറും. അതുവരെയുള്ളതുമായിട്ട് നേരെ അള്ളാഹുവിലേക്ക് കയറും. സുബഹിക്ക് വന്ന മലക്കുകൾ സുബഹി കഴിഞ്ഞ് വീണ്ടും അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിലകൊള്ളുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും വിട്ടുപോകാതെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ മറ്റൊരു ടീം ഇവിടെ നിന്ന് എഴുതുന്നുണ്ട്. അതാണ് റഖീബ് അതീദ്. അവരുടെ കയ്യിൽ വേറെ ഉണ്ട്. ഇതിന് പുറമെ വേറെ ടീമുകളാണ് അവര്. റെക്കോർഡ് എഴുതാനായിട്ട് സെപ്പറേറ്റ് 2 ടീമുകൾ അള്ളാഹു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഈ 2 നിസ്കാരങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ നിസ്കാരവും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് സുബഹിയും അസറും. കാരണം ഈ 2 നിസ്കാരങ്ങൾക്ക് പിറകിൽ നമ്മുടെ അമലിനെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് നിസ്കരിക്കാത്തവനായിട്ടാണെങ്കിൽ അവസാനം അള്ളാഹിന്റെ മുന്നിൽ പോയി വായിക്കുമ്പോഴത്തേക്കും എന്തു പറയും? പടച്ചവനെ, അവൻ അസർ നിസ്കരിച്ചിട്ടില്ല, സുബഹി നിസ്കരിച്ചിട്ടില്ല എന്ന് ആ 2 വിഭാഗം മലക്കുകളും പറയും. അത് മതി നമുക്ക് നാശമാകാൻ. അള്ളാഹു മലക്കാക്കട്ടെ. അങ്ങനെയാണല്ലോ ഏറ്റവും ലാസ്റ്റ് പരീക്ഷയ്ക്ക്, ഇപ്പൊ പരീക്ഷ എടുത്തിരിക്കുകയാണ്, ലാസ്റ്റ് പരീക്ഷയുടെ അവസാനം പണ്ട് ഇന്ത്യയുടെ പടം വരയ്ക്കാൻ വേണ്ടി പറയും. അപ്പം നല്ല റാഹത്തായിട്ട് അപ്പുറത്ത് ഡെസ്കെ വരച്ചു വെച്ചിട്ടുണ്ടാവും, നോക്കിയിട്ടെങ്കിലും വരയ്ക്കും. ഇല്ലെങ്കിൽ കയ്യെ വരച്ചു വെച്ചിട്ടുണ്ടാവും, കാലെ വരച്ചു വെച്ചിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും നോക്കി വരയ്ക്കും. പണ്ടത്തെയാണ് പറയുന്നത്. ഇപ്പം അത് മാറി. ഇപ്പം എന്തെങ്കിലും ഒരു എസ്സേ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടാവും. ലാസ്റ്റത്തെ ആയിരിക്കും. അപ്പൊ ആ ലാസ്റ്റത്തത് ഒന്നും അറിയില്ലെങ്കിലും ഭയങ്കര വിശാലമായിട്ട് ഇവൻ എഴുതും. പേപ്പർ 2ാമത് വാങ്ങുന്ന കാണുമ്പോൾ ടീച്ചർ തന്നെ കരുതും, അപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു, ഭയങ്കര എഴുത്താണല്ലോ, എന്തു ആയിക്കോട്ടെ പേപ്പർ കൊടുക്കാൻ. കാര്യമായിട്ട് ഇവനെ എഴുതും. ടീച്ചറിനെ സോപ്പിട്ടുകൊണ്ട് കത്തെഴുതാൻ, എന്തു ആയിക്കോട്ടെ കുറേ എഴുതി വെക്കും. ഒന്നും അറിയില്ലെങ്കിലും കേട്ടറിവ് കുറച്ചുണ്ട്, അത് വെച്ചിട്ടെങ്കിലും വിശാലമായിട്ട് എഴുതും. കാരണം നോക്കുന്ന വ്യക്തി അവസാനം 5 മാർക്കിനുള്ളതൊരു 3 മാർക്കെങ്കിലും തന്നാൽ റാഹത്താവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എഴുതിയവരില്ലേ? എഴുതിയവരുണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ. അങ്ങനെ എഴുതിയവരാണ് എല്ലാവരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ഏതായിരുന്നില്ല അങ്ങനെ എഴുതാണ്. അതാണ് ഇപ്പൊ ചെയ്യുന്ന പരിപാടി. കാരണം സുബൈ നിസ്കാരത്തിന് ശേഷം ഏട് കൊണ്ടുപോവാൻ. അപ്പൊ സുബൈ നിസ്കരിക്കാതിരുന്നാൽ പണി കിട്ടും. അസർ കഴിഞ്ഞിട്ടാണ് ഏട് കൊണ്ടുപോകുന്നത്. അസർ നിസ്കരിക്കാതിരുന്ന പണി കിട്ടും. കാരണം ലാസ്റ്റ് വായിക്കുന്ന പേജ് അതാണ്. അപ്പൊ അത് നിസ്കരിച്ചതായിട്ട് വന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് പടച്ചറബ് എന്നാ പോട്ടെ, ഹൈർ, അള്ളാഹു അവന് കബൂലാക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഹദീസ് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതുമായിട്ട് മലക്കുകൾ ഇങ്ങനെ ചെന്ന് അള്ളാഹുവിലേക്ക് ചെല്ലും. അള്ളാഹുവിന്റെ മുന്നിൽ ഇത് സമർപ്പിക്കും. അള്ളാഹ് പറയും, കൈഫ തറക്തും ഇബാദി, എൻ്റെ ദാസന്മാരെ എങ്ങനെയാണ് നിങ്ങൾ അവസാനമായി വരുമ്പോൾ ഉപേക്ഷിച്ചിട്ട് വന്നത്? നിങ്ങൾ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ വരുമ്പോ എന്താണ്? അവർ വല്ല കളിക്കുമായിരുന്നോ, ചിരിക്കുമായിരുന്നോ? ഫഖാലു, ഉടനെ മലക്കുകൾ അല്ലാഹുവിനോട് പറയും അത്രേ, അതൈനാഹും വഹും യുസല്ലൂൻ വതറകനാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്, ഞങ്ങൾ സുബൈ നമസ്കാരത്തിന്റെ സമയത്ത് ചൊല്ലുമ്പോഴും അവർ പള്ളിയുടെ അകത്തളങ്ങൾ സുബൈ നമസ്കരിക്കുകയായിരുന്നു. ഞങ്ങൾ അസർ നമസ്കരിച്ചിട്ട് ആകാശ ലോകത്തേക്ക് കയറി വരുമ്പോ നിന്റെ തിരുസവിധത്തിലേക്ക് കടന്നു വന്നപ്പോ അവർ തീർച്ചയായും അസർ നമസ്കരിക്കാനുണ്ടായിരുന്നു. അത്തൈനാഹും വഹും യുസല്ലൂൻ വതറകനാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്, ഞങ്ങൾ അവരിലേക്ക് ചൊല്ലുമ്പോൾ അവർ നിസ്കാരത്തിലാണ്, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരെക്കുറിച്ചാണിത് പറയുക പെങ്ങളെ? ആരെക്കുറിച്ചാണിത് പറയുക ചെറുപ്പക്കാരാ? രാവിലെ അവ്വൽ വഖത്തിൽ പള്ളിയുടെ അകത്തളത്തിൽ വന്നുകൊണ്ട് സുബൈ നമസ്കരിക്കാൻ തയ്യാറെടുത്തിട്ടുള്ള ഏതൊരു സഹോദരനുണ്ടോ, ചെറുപ്പക്കാരനുണ്ടോ? വീടിന്റെ അകത്തളങ്ങൾ അവ്വൽ വഖത്തിൽ ബാങ്ക് വിളിക്കുമ്പോ നമസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള ഏതൊരു സഹോദരിമാരുണ്ടോ? സുബഹിയും അസറും കൃത്യമായി അനുഷ്ഠിച്ചവരുണ്ടോ? അവരെ രക്ഷപ്പെട്ടു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പ്രത്യേകമായി നോക്കുക. ഈ രണ്ട് നിസ്കാരാണ്. അപ്പൊ എല്ലാ ദിവസവും സുബൈ കഴിഞ്ഞും അമലിനെ കൊണ്ടുപോകും, അസർ കഴിഞ്ഞും കൊണ്ടുപോകും. ആഴ്ചയിൽ കൊണ്ടുപോകുന്നതും 2 പ്രാവശ്യം. എപ്പോഴാണ്? എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും അമലിനെ മൊത്തത്തിൽ കൊണ്ടുപോകും. അതാ ദിവസം മൊത്തത്തിൽ കൊണ്ടുപോകാൻ. ആഴ്ചയിൽ ചെയ്തത്, ഇതിനിടയിലുള്ള ദിവസങ്ങളിൽ ചെയ്തത് മുഴുവനും കൊണ്ടുപോകാൻ. തിങ്കളാഴ്ച കഴിഞ്ഞു ചൊവ്വ ബുധൻ വ്യാഴം അതുവരെയുള്ളത് മുഴുവനും കൊണ്ടുപോകും. എന്ന് കൊണ്ടുപോകും? വ്യാഴാഴ്ച കൊണ്ടുപോകും. ഇനി അങ്ങോട്ട് വ്യാഴാഴ്ച കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളി ശനി ഞായർ ഇത്രയും ദിവസങ്ങൾ ചെയ്തത് മുഴുവനും തിങ്കളാഴ്ച ദിവസം കൊണ്ടുപോകും. ഇങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് അള്ളാഹുവിലേക്ക് അമലിനെ ഉയർത്തും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഈ 2 ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ചിന്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഉപകാരമാണ്. നേരത്തത് സുബഹി നിസ്കരിച്ചും അസർ നിസ്കരിച്ചും ഇരിക്കുമ്പോൾ അമലിനെ കൊണ്ടുപോകാൻ. ഇപ്പോഴും 2 അമലുണ്ട്. ഏതൊക്കെ? ഒന്ന് തിങ്കളാഴ്ചത്തെ നോമ്പ്, മറ്റൊന്ന് വ്യാഴാഴ്ചത്തെ നോമ്പ്. ഈ 2 നോമ്പുകളും നോറ്റ് നിലകൊള്ളവേ അമലിനെ അള്ളാഹുവിലേക്ക് ഉയർത്തും. അവ സ്വീകാര്യത കൂടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് എല്ലാ ആഴ്ചയിലും ഉണ്ട്. തിങ്കളാഴ്ച ഫീഹി ഉലുത്തു, അന്ന് എൻ്റെ ജന്മദിനമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതാണ് ആ ദിവസത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം. തിങ്കളാണോ വ്യാഴമാണോ ഏറ്റവും നോമ്പ് നോൽക്കൽ പുണ്യം? ഏതാണ്? തിങ്കളാഴ്ച ദിവസമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശരിക്കും മനസ്സിലാക്കണേ. സ്ത്രീകൾ പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് പിടിക്കുന്നതും അവർ തന്നെയാണ്. തിങ്കളാണോ വ്യാഴമാണോ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹം? ഏതാണ്? തിങ്കളാഴ്ച ദിവസമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവും അത് തന്നെയാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭുജാതനായത്.